നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പേരുകളാണ് ആദിയോഗി, ഇഷ, സദ്ഗുരു. പക്ഷേ ഇതെല്ലാം ഒന്നാണോ അല്ലെങ്കിൽ വ്യത്യസ്തമാണോ? ആദ്യം അത് ലളിതമായി മനസ്സിലാക്കാം. ആദിയോഗി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരല്ല, ഒരു വ്യക്തിയുടെ പേരല്ല. ആദിയോഗി എന്നാണ് യോഗത്തിൻ്റെ ആദ്യ ഗുരുവിനെ വിളിക്കുന്നത്. യോഗം മനുഷ്യർക്ക് ആദ്യമായി നൽകിയവൻ. അതുകൊണ്ടാണ് ശിവനെ ആദിയോഗി എന്ന് വിളിക്കുന്നത്. കോയമ്പത്തൂരിൽ ഉള്ളത് ആദിയോഗിയുടെ വലിയ ശില്പമാണ്. ബാംഗ്ലൂരിലും ആദിയോഗിയുണ്ട്. അവിടെയും ശിവൻ്റെ സാന്നിധ്യം തന്നെയാണ്. പക്ഷെ കോയമ്പത്തൂരിലേത് പ്രധാനമായ ആസ്ഥാനം പോലെയാണ്. ഇനി ഇഷ എന്നത് എന്താണ് എന്ന് നോക്കാം. ഇഷ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്, ഇഷ ഫൗണ്ടേഷൻ. ഈ സംഘടന സ്ഥാപിച്ചത് സദ്ഗുരു എന്ന യോഗിയാണ്. അപ്പോൾ സദ്ഗുരു ആരാണ്? സദ്ഗുരു ആദിയോഗിയല്ല, പക്ഷേ ആദിയോഗിയുടെ യോഗശാസ്ത്രം ഇന്നത്തെ മനുഷ്യർക്ക് ലളിതമായി പഠിപ്പിക്കുന്ന ഗുരുവാണ്. ആദിയോഗി ഒരു പ്രതീകമാണ്, ഒരു സാധ്യതയാണ്. സദ്ഗുരു ഇന്ന് ജീവിക്കുന്ന ഒരു മാർഗദർശിനിയാണ്. ഇനിയും പലരും കേൾക്കുന്ന ഇഷ ഇൻസൈറ്റ്സ് എന്നത് എന്താണ്? ഇഷ ഇൻസൈറ്റ്സ് ആദിയോഗി, സദ്ഗുരുവോ സ്ഥലവോ അല്ല. അത് ഇഷയുടെ വീഡിയോകൾ, അറിവുകൾ, ജീവിത മാർഗനിർദ്ദേശങ്ങൾ ഇവയെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇനി നമ്മൾ ആദിയോഗിയിലേക്ക് പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ആരാധിക്കാൻ മാത്രമല്ല, ഫോട്ടോ എടുക്കാൻ മാത്രമല്ല. അവിടെ പോകുന്നത് ഒരു അനുഭവത്തിനാണ്. സന്ധ്യാസമയത്ത് ആദിയോഗിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മൗനം തന്നെ സംസാരിക്കുന്നത് പോലെ ഒരു ശാന്തി നമുക്ക് അനുഭവപ്പെടും. നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരായാലും പോകാൻ ഉദ്ദേശിക്കുന്നവരായാലും ഇനി പോകാത്തവരായാലും ഒന്നും പ്രശ്നമില്ല. ഇതൊരു മതസ്ഥലമല്ല, ഇതൊരു വിശ്വാസ പരീക്ഷയുമല്ല. ഇത് സ്വയം കുറച്ച് നിമിഷം നിശബ്ദമായി നിൽക്കാനുള്ള ഒരു ഇടമാണ്. അവിടെയാണ് ആദിയോഗി ഒരു ശില്പമായല്ല, ഒരു അനുഭവമായി നമുക്ക് തോന്നിത്തുടങ്ങുന്നത്.